ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു വെറൈറ്റി ഡിഷ് ഉണ്ടെന്ന് നോക്കിയാലോ. ഒരു വെറൈറ്റി കോമ്പിനേഷനാണ് കേട്ടോ. ഒരു തോരനാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും, മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും. പ്രോൺസ് ലവേഴ്സിന് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ എന്താണെന്നല്ലേ നമ്മുടെ ഇന്നത്തെ ഡിഷ്? നമുക്ക് പ്രോൺസ് ലോങ് ബീൻസ് സ്റ്റിർ ഫ്രൈ ആണ് കേട്ടോ. നമ്മുടെ അച്ചിങ്ങ പയറും ചെമ്മീനും ഒരു തോരനാണ്. വെൽക്കം ബാക്ക് ടു സോൾ ഓഫ് കിച്ചൻ. പോവാം വീഡിയോയിലേക്ക്. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ പച്ചപ്പയറില്ലേ, നമ്മൾ തൃശ്ശൂരുകാരൊക്കെ പച്ചപ്പയർ എന്ന് പറയും, അച്ചിങ്ങ പയർ എന്നും പറയാം കേട്ടോ. പച്ചപ്പയർ നന്നായിട്ട് കഴുകി നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേണം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചെമ്മീൻ. ഞാൻ ചെറിയ ചെമ്മീനാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വയ്ക്കാം. പാത്രത്തിലേക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം. തോരനായതുകൊണ്ട് തന്നെ നമ്മുടെ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് പ്രത്യേക തരം തന്നെയാണ് അല്ലേ. ഇനി അതിലേക്ക് നമുക്ക് പയറിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ ഒരു സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മെയിനായിട്ടായ ചെമ്മീനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ മുഴുവൻ കാണാം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഐറ്റം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. നമ്മുടെ ചെമ്മീനും പയറും അവിടെ വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ചുവന്നുള്ളി ഇതുപോലെ ഒന്ന് ഉരലിൽ ഇടിച്ചെടുക്കാം. വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ അമ്മയിൽ ഇടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടിച്ച് മാറ്റി വയ്ക്കാം. നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണാം കേട്ടോ, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. നമ്മുടെ പയറും ചെമ്മീനും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ആദ്യത്തെ ഒരു 10 മിനിറ്റോ ഒരു 5 മിനിറ്റോ ഒക്കെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഇതുപോലെ വരും കേട്ടോ. അതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. ഞാനിവിടെ കുത്തിക്കാച്ചി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, നമ്മുടെ ക്രഷ്ഡ് ചില്ലി. നന്നായിട്ടൊന്ന് മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പച്ചപ്പയറും ചെമ്മീനും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഒരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ തോരൻ എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി അളവിൽ നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാൻ നോക്കുക. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീട്ടിൽ. ഇനി ചെമ്മീൻ മേടിക്കുമ്പോൾ ഇതുപോലെ നമ്മളെപ്പോഴും റോസ്റ്റ് ചെയ്യുകയും കറി വയ്ക്കുകയൊക്കെ അല്ലേ ചെയ്യുക. ഒരു വട്ടം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ഡിഷാണ്. ഞാൻ ഇന്നിവിടെ ഈ ഡിഷ് സെർവ് ചെയ്യാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയാണ് കേട്ടോ. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നമ്മുടെ അച്ചിങ്ങ പയറും ചെമ്മീനും തോരൻ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.